ജെഫ്രി എപ്സ്റ്റീന്റെ ഒരു 30 ലക്ഷം പേജുള്ള ഡയറിയും 1.80 ലക്ഷം ചിത്രങ്ങൾ അടങ്ങിയ ഒരു ഡയറി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് അവരാണ് പുറത്തു വിട്ടതെന്നാണ് പറയുന്നത്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അതില് മോദി 2010 അവസാന ഭാഗമാണിത്. അതിന്റെ അവസാന ഭാഗം ഇനിയില്ല, അവസാനം എഴുതി ചേർത്തതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. അതില് 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത് എപ്സ്റ്റീന്റെ ചില ഉപദേശപ്രകാരമാണെന്നും അത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ടാണെന്നും ഇറ്റ് വർക്ക്ഡ് എന്ന് ഇമെയിൽ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ കുറെ ചാട്ടവും തുള്ളലും ഒക്കെ നടത്തുന്നു. സന്ദീപ് വാര്യറൊക്കെ ഇന്ന് വിശ്വഗുരുവിന്റെ കപടമുഖം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർക്ക് അത് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്നുള്ളത് അടുത്ത ചോദ്യം. മോദിക്ക് ഒരു ഭാര്യയും ഒരു മകനും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഓ ശരിയാണ്, 100% ശരിയത്. എനിക്കറിയാം, മോദിക്ക് ഒരു ഭാര്യയുണ്ട്, കുഞ്ഞുമുണ്ട്. സന്ദീപ് വാര്യരൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കല്ല. മോദിമാർ ഒരുപാടുണ്ട്. ലളിത് മോഡിയുണ്ട്. ലളിത് മോഡിയുടെ കാര്യമായിരിക്കും. മോദിക്ക് എന്നല്ലേ പറഞ്ഞോളൂ, ഉണ്ട്. മോദിമാർക്കൊക്കെ ഒരുപാട് ഭാര്യമാരും ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണും. മോദി എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ കല്യാണം കഴിച്ചിരുന്നു. പക്ഷേ പിന്നെ ഭാര്യയുടെ പേര് യശോദ എന്നാണ്. അവരെ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ആ ബന്ധം അവസാനിപ്പിച്ചു. അദ്ദേഹം RSSന്റെ ഒരു അച്ചടക്കമുള്ള നേതാവായി ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിന്റെ ഗ്രഹസ്ഥാശ്രമത്തിന്റെ ആ ഊർജ്ജം മുഴുവൻ അദ്ദേഹം ഇപ്പോ ഈ രാജ്യം നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇവനൊക്കെ ഈ സന്ദീപ് വാര്യർ എത്ര നടന്ന് തുള്ളിയാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല, അത് അദ്ദേഹത്തിനും അറിയാം. ഇവൻ കിടന്ന് ഉമ്മ കിടന്ന് ഈ പിന്നെ നായ്ക്കൾ കിടന്ന് ചന്ദ്രനെ കാണുമ്പോൾ കിടന്ന് കുരയ്ക്കുമല്ലോ. ക്ഷമിക്കണം, അത് കുറുക്കന്മാർ ഓരിയിടുകയും അതുപോലെ നന്നായിട്ട് ചൊറിയുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. വാര്യർ പോയപ്പോ വിചാരിച്ചു വാര്യർ പോയതുകൊണ്ട് അല്ലെ, വാര്യർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഒരു വാര്യർ പോയാൽ 1000 വാര്യർ വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അങ്ങേരെ ആരൊക്കെയോ കിടന്ന് വിളിക്കുന്നുണ്ട്. പഴയ ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും ആരും വെട്ടിക്കാണൂല. ഒരു വാര്യരും അനിവാര്യരല്ല എന്നുള്ളത് നമുക്കിപ്പോ BJPക്കും തിരുവനന്തപുരത്ത് വാര്യർ ഇല്ലാതെയാണല്ലോ BJP അധികാരം പിടിച്ചത്. വാര്യലില്ലാത്ത വാര്യർ, അട്ടലില്ലാത്ത വാര്യർ, ഇങ്ങനെ പലതരത്തിൽ വാര്യരുണ്ട്. അതിലേത് വകുപ്പിൽപ്പെട്ടതാണ് ഈ വാര്യരെന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അതുകൊണ്ട് ഈ വാര്യര് ഈ നരേന്ദ്രമോദിക്ക് ഭാര്യയുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെപ്പാട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അയാൾ കമിഴ്ന്ന് കിടന്നും മലർന്നു കിടന്നും അല്ല സൈഡ് തിരിഞ്ഞ് കിടന്നു പറഞ്ഞാലും ജനങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു വെറു അശുവാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ BJPക്കാർ വന്നില്ലെന്നും പറഞ്ഞ് കെറിയിച്ച് നടക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവമുള്ള ശൈശവം വിട്ടുമാറാത്ത ബാല. അതിൽ വേറൊരു കാര്യമുണ്ട് സാർ, വാര്യർക്ക് ഇപ്പോഴും വലുതാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരും BJPയുടെ ഒരു പിന്തുണ എന്ന് പറഞ്ഞാൽ BJPക്ക് അല്ലെങ്കിൽ BJP എന്നുള്ള ഒരു 3 അക്ഷരവും നരേന്ദ്രമോദി എന്നുള്ള ശക്തമായ പേരും ഉണ്ടെങ്കിലേ വാര്യർ നാലാൾ ഇപ്പൊ അറിയൂ. അല്ലാതെ വാര്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ആരെങ്കിലും നോക്കാറുണ്ടോ? നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ നോക്കൂ ഇതെന്താ പറഞ്ഞേക്കുന്നത് എന്നുള്ളത്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച്, സാഹിബിനെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ സതീശനെ കുറിച്ചോ KCയെ കുറിച്ചോ വാര്യർ എന്തെങ്കിലും എഴുതിയിട്ടാ ഇത് നീ പറയും മുമ്പേ നാട്ടുകാർക്ക് അറിയാടെ എന്ന് പറഞ്ഞ് നമ്മളെ വഴിക്ക് പോകും. EDS ഈജിപ്തി കൊതുവിന് ഡെങ്കിപ്പനി വരുത്താൻ നമ്മുടെ രക്തം വേണം അല്ലേ? അത്ര അത് എന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്ക് ഇതുപോലുള്ള ഈ അവഹേളനങ്ങളും അതുപോലെ തന്നെ വിഴപ്പലക്കലുകളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ പോലെ സ്റ്റാച്ചറുള്ള ഒരു നേതാവിൻ്റെ വേണം. ഇയാൾക്ക് ഒരു സ്റ്റാച്ചറും ഇല്ല. ഒരു വേദിയിൽ പോയിട്ട് ഇയാൾക്ക് കസേര കിട്ടാതിരുന്നിട്ട് അതിന് വേണമെങ്കിൽ BJP വിട്ട ആളാണെന്നുള്ളത് എല്ലാവർക്കും, ഇത്രയും ചളമാണ് ഇയാളെന്നുള്ളത്, ഇത്രയും വൻ തോൽവിയാണ് ഇയാളെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. നരേന്ദ്രമോദി അങ്ങനല്ല, വൻ വിജയമാണ്. വിശ്വഗുരു ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെ ബാധിക്കുന്നില്ല. ലോകത്തിലെ രക്തമാണ് മുസ്ലിം ലീഗിന്റെ അമരത്ത് വരെ എത്തേണ്ട മനുഷ്യനാണ്. പാണക്കാട്ട് പോയി കുറിയിട്ട് വന്ന ആളാണ് അദ്ദേഹം. എന്ത് കുറിയാണെന്നുള്ള നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം, മോദി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, അത് അറബ് വേൾഡിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, അതുപോലെ അമേരിക്കയിലാണെന്നിരിക്കട്ടെ, അവിടെ പോയാലും കസേര കിട്ടും, ഒരു സംശയമില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പം മനസ്സില്ല വരാമെന്ന് പറഞ്ഞ് പിൻവാങ്ങിയതേ ഉള്ളൂ മോദി. ഇസ്രായേലിന് വേണ്ടി ട്രംപിൻ്റെ മാമാപ്പണി ചെയ്യേണ്ട ആവശ്യമൊന്നും നരേന്ദ്രമോദിയില്ല. അതിന് ഇന്ത്യക്കാരുടെ അഭിമാനം കളഞ്ഞു കൊളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുൽസിതത്തിന് ശ്രമിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് നിങ്ങളുടെ മൻമോഹൻ സിംഗ് ഉണ്ടല്ലോ, ആറ്റോമിക് കരാറിൽ പോയി ഒപ്പിട്ടല്ലോ, അവിടെ ചെന്നുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തല്ലോ.
അതുപോലെ ഓക്സ്ഫോർഡിൽ പോയിട്ട് ഇതുപോലെ ഇംഗ്ലണ്ട് ഞങ്ങളുടെ ഇതുപോലെ മഹത്തായിട്ടുള്ള ഒരു രാജ്യമില്ലെന്ന് നമ്മളെ അടിമകളാക്കി വെച്ചിരുന്ന അവിടെ പോയിക്കൊണ്ട് മുട്ടുപറച്ചുകൊണ്ട് പറഞ്ഞല്ലോ. അതുപോലെ പറയുന്ന ആളല്ല നരേന്ദ്രമോദി. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് നമ്മുടെ രാജ്യത്തിന് എല്ലാ ആനുകൂല്യങ്ങളും പങ്കുപറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ട് നമ്മുടെ രാജ്യത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പറയുകയാണ് ഇന്ത്യ ഈസ് ദ ഡെഡ് എക്കോണമി എന്ന്. ട്രംപ് പറഞ്ഞത് വളരെ ശരിയാണെന്ന്. ആ പറഞ്ഞ ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇയാൾക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത്? അതെ, ഇന്ത്യ ഡെഡ് ആണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരാളിനെ ഞാൻ ഇപ്പോഴാണ് ഇന്ത്യ ഡെഡ് എന്ന് പറയുമ്പോ അത് നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും മാത്രം അത് അറിഞ്ഞിട്ടില്ല. പിന്നെ നിർമ്മലാ സീതാരാമനും ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും മാത്രം അത് അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഇയാൾക്ക് നാണമുണ്ടോ ഈ രാഹുൽ ഗാന്ധിക്ക്? ഇയാൾ ഇവിടത്തെ ചോറും കൂർ അവിടെ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇയാൾ നേരെ ഇറ്റലിയിലേക്ക് വിടണം. അല്ലാതെ ഈ തവണ ഇന്ത്യയുടെ GDP 8 സംതിങ് ആയില്ലേ? 8.2 പിന്നെ അല്ല 6.7 വരുള്ളൂ എന്ന് വിചാരിച്ചിടത്താണ് 7.2 വന്നത്. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്ത്യ എല്ലാ ശക്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു. ശത്രുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് കയറി തൊടാൻ വരെ ഭയമാണ്. അറബ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുന്നു. ഇന്ത്യ വിദേശകാര്യ അറബ് ദേശത്തെ 21 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്നു. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭീകരവാദം അവസാനിപ്പിക്കേണ്ട ഭൂമിയുടെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ഇതൊന്നും അറിയുന്നില്ലേ? യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പുവെക്കുന്നു. അല്ല, യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവെക്കുന്നു, ബ്രിട്ടനുമായിട്ട് ഒപ്പുവെക്കുന്നു, യൂറോപ്പിലെ അറബ് രാഷ്ട്രങ്ങളുമായി ഒപ്പുവെക്കുന്നു. അല്ല, ഇനി ഇപ്പൊ സന്ദീപ് വാര്യർ പറയുന്നത് പോലെയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിൽ ചിദംബരം പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. പിന്നെ ഈ പാകിസ്ഥാൻ കയറി അടിച്ചപ്പോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വന്ന് പറഞ്ഞു പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ അനക്കരുതെന്ന്. അന്ന് നമ്മുടെ ജവാന്മാർക്ക് വീരമൃത്യു വരിച്ച നമ്മുടെ ജവാന്മാരുടെ ജീവൻ എന്തെങ്കിലും വില ഈ കോൺഗ്രസ് കൊടുത്തായിരുന്നു? എന്നിട്ട് കോൺഗ്രസ് ചിലക്ക് നാണം ഉണ്ടോന്നാണ്. സ്വന്തം രാജ്യത്തിരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജവാന്മാർക്ക് ഒരു എന്താ പറയുക, ഒരു നായുടെ വില പോലും കൊടുക്കാത്ത കോൺഗ്രസ് സർക്കാർ അന്ന് പാകിസ്ഥാൻ കയറി അടിച്ചിട്ട് നമ്മുടെ ജവാന്മാരെ തിരിച്ചടിക്കാൻ സമ്മതിക്കാതെ പാകിസ്ഥാനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ആവാതെ അന്ന് അമേരിക്കയുടെ മുന്നിൽ നട്ടല് വളച്ച് നിന്നവന്മാരെയാണ് ഇന്ന് പറയുന്നത് മോദി ഇസ്രായേലിൽ പോയത് ട്രംപിന് വേണ്ടിയിട്ടാണ്. ആണെങ്കിൽ ഇപ്പൊ ഇവനൊക്കെ എന്തുവാ, രാജ്യത്തെ വിൽക്കുന്നില്ലല്ലോ, രാജ്യത്തെ തീവ്രവാദ ശക്തികൾക്ക് ഒറ്റിക്കൊടുക്കുന്നില്ലല്ലോ, രാജ്യത്തെ വികസിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, അതാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ. പണ്ട് നമുക്ക് പറയാൻ ഭയമായിരുന്നു. ഇന്ന് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഇല്ല സാർ. ഇന്ന് പക്ഷം പിടിക്കുന്ന മാധ്യമ പ്രവർത്തന എണ്ണമാണ് കൂടുതൽ. പക്ഷം പിടിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് കോടികളാണ് സാർ ശമ്പളം. അതായത് ഞാൻ BJP-കാരിയാണെന്ന് പറഞ്ഞാൽ ചാനലുകളെല്ലാം പണ്ട് BJP-കാർക്ക് ചാണകം എന്ന് പറഞ്ഞാൽ പണ്ട് ആർക്കും പിടിക്കില്ല. ഏതെങ്കിലും ചാനലിൽ ചെന്നിട്ട് നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇന്ന് BJP എന്ന RSS എന്നോ പറഞ്ഞാൽ ലക്ഷങ്ങളാണ്. സുജയൊക്കെ കൊണ്ടുപോയത് കണ്ടില്ലേ? കൊണ്ടുപോയി അണ്ണാ, പിന്നെ നമ്മളെ ആരും കൊണ്ടുപോകുന്നില്ല. ഇത് അവസാനത്തെ ഫയലും വിട്ടു. ഇതിലെങ്ങും മോദിയുടെ പേര് എങ്ങും പരാമർശിച്ചിട്ടില്ല. പരാമർശിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ബന്ധമുള്ള പേര് ആരെന്നറിയാമോ? മീര നായർ. ഇതുപോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ മകൻ മംദാനിയാണ് ന്യൂയോർക്കിന്റെ മേയറായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഖാലിദുമർ അല്ലെ വിടണം, ഖാലിദുമർ ഇടയ്ക്കിടയ്ക്ക് തൂക്കട്ടെ. ഭീകരവാദികളെല്ലാം വിടണം. അപ്പൊ ആരെങ്കിലും നരേന്ദ്രമോദിയെ തട്ടുമെന്നുള്ള വിചാരമാണ്. ഇങ്ങനെയുള്ള വിചാരം കൊണ്ട് നടക്കുന്നവരുടെ മൂട് താങ്ങി നടക്കുന്ന നാണമില്ലാത്ത സന്ദീപ് വാര്യരെ ഇപ്പൊ ഹാസ്യ പദാർത്ഥവും ഒരു ക്ലൗണുമായിട്ട് മാറി, ജോക്കറായിട്ട് മാറിയിരിക്കുക നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ. ഇവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാൾ വേറെ ലെവലാന്ന് തോന്നുന്നു. ഈ ഇവരെയൊക്കെ നോക്കുമ്പോ ആണ് അല്ലെ, എല്ലാം തറ ലെവൽ തന്നെ. അല്ല, പിന്നെന്തോന്നു, ഇത് ഒരു രാജ്യം നന്നായിക്കൊണ്ടിരിക്കുമ്പോ അതായത് ഇപ്പൊ കിസാൻ പ്രക്ഷോഭം വരാൻ പോകുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ കരാർ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കർഷകരും വ്യവസായികളും ഒക്കെ ഒന്ന് രക്ഷപ്പെടുന്നത്, ചെറുകിട വ്യവസായികളും ഒന്ന് രക്ഷപ്പെടുന്നത് സഹിക്കാൻ കഴിയണില്ല. ഉടനെ പ്രക്ഷോഭം കൊണ്ട് വരുന്നുണ്ട്, അടുത്ത പ്രക്ഷോഭം. ഇന്ത്യയുടെ ഈ പറഞ്ഞ 7.2 ഉണ്ടല്ലോ, അത് പിന്നോട്ട് പിടിച്ചൊന്ന് വലിച്ചിട്ട് ചൈനയുടെ ഒപ്പം ആക്കാൻ. ചൈനയുടെ 0 ആണ്, ഡെഡ് എക്കോണമിയാണ്, അതിനോടൊപ്പം ആക്കാൻ വേണ്ടി. അതാണ് സംഭവം. മീര നായരുണ്ട്, മീര നായരുടെ പേരുണ്ടായിട്ട് ഒരു സന്ദീപ് വാര്യരും മിണ്ടിയില്ലല്ലോ. മീര നായരുടെ പേര് അതിൽ കിടപ്പുണ്ട് എപ്സ്റ്റീൻ ഫയൽസിലെ. നോക്കൂ, നിങ്ങളെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണത്. സന്ദീപ് വാര്യർ ആ ഫയൽ മൊത്തം നോക്കും, എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി കാണും. അത് ഒളിച്ചിരിക്കും, അതിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.